സ്പൈഡർമാൻ ഇല്ല, ഹീമാൻ ഇല്ല, പക്ഷെ ശക്തിമാനുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ദൈവം. ഈ ഐറ്റംസ് ഒന്നും ഇല്ല, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ വളരെ മോശമാണ്. പക്ഷെ ശക്തിമാൻ, ആള് പുലിയാണ്. ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതാണ്. ഇസ്ലാം ഈസ് നോട്ട് സ്പെഷ്യൽ ഇൻ എനി വേ, ഇറ്റ്സ് വൺ ഓഫ് ദ മെനി റിലീജിയൻസ്. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഇസ്ലാം ഒരു മതമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. രണ്ട് തരം മതങ്ങൾ, മതം എന്ന വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഒരു മതം കൂടിയല്ല, അതൊരു വ്യക്തിഗത കൾട്ടാണ്, ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന് പറയും. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച, ഒരു വ്യക്തിയോടുള്ള അമിതമായ ആരാധനയും അയാളോടുള്ള ബഹുമാനമോ അമിത വൈകാരികതയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൾട്ടാണ് ഇസ്ലാം. ഇസ്ലാമിലെ ദൈവത്തെക്കുറിച്ച് പലരും പറയും അള്ളാഹു എന്നുള്ള ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. അള്ളാഹു ഇസ്ലാമിലെ ദൈവമാണെന്ന് അള്ളാഹു പോലും കരുതുന്നുണ്ടാവില്ല. ഇസ്ലാമിലെ ദൈവം മുഹമ്മദ് തന്നെയാണ്. അത് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നതെന്ന് അറിയാൻ വളരെ സിമ്പിളായിട്ടൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചൂട് കേൾക്കുമ്പോൾ നിങ്ങൾ കൈ പിൻവലിക്കുമല്ലോ, അപ്പോൾ ചൂടുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതേ കണക്ക് ചെറിയ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇസ്ലാമിലെ ദൈവമായ അള്ളാഹുവിനെ നിങ്ങളൊന്ന് വിമർശിച്ച് നോക്കുക. എന്തെങ്കിലും അള്ളാഹുവിന് നീതിബോധമില്ല, അയാൾ അന്ധനാണ്, അങ്ങനെയൊക്കെ വിവരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്ന മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സാധനങ്ങൾ ചിലപ്പോൾ പല ഏരിയയിൽ കിടക്കും. വളരെ വിഭാഗീയമായിട്ടുള്ള, സ്വന്തം താൻ മാത്രം, തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള വിഭ്രാന്തികളിൽ നിന്ന് ഉതിർകൊണ്ട ഒരു ദർശനമാണ് ഇസ്ലാം. ഇപ്പോൾ ഞാൻ മുഹമ്മദിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. മുഹമ്മദ് ചെയ്ത് എത്ര അട്രോഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ചരിത്രകാരന്മാർ ഹദീസായിട്ടും സീറയായിട്ടും തഫ്സീറായിട്ടും ഒക്കെ അതിങ്ങനെ എഴുതി വെച്ചത്? അപ്പോൾ അത് ശരിയായിരിക്കില്ലേ, നിഷ്പക്ഷമായിരിക്കില്ലേ എന്നൊരിക്കൽ റോബർട്ട് സ്പെൻസറോട് ആ അഭിമുഖത്തിൽ ആ പുസ്തകം എഴുതിയ ആളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിനകത്ത് നിഷ്പക്ഷതയില്ല. അവർ മുഹമ്മദിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അദ്ദേഹം ഒരു ഭീകരനാണെന്നും ചോരക്കൊതിയനാണെന്നും തന്ത്രശാലിയാണെന്നും അദ്ദേഹം സ്ത്രീകളോട് അദ്ദേഹത്തിൻ്റെ സഫിയയുടെ കാര്യവും സൗദയുടെ കാര്യവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വളരെ മോശമായ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു നിഷ്പക്ഷതയില്ലേ എന്ന് റോബർട്ട് സ്പെൻസറോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഡേവിഡ് വുഡ്. അപ്പോൾ സ്പെൻസർ പറയുന്നൊരു മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടി ഇതാണ്: മുഹമ്മദ് ചെയ്തു എന്ന് പറയുന്ന മോശം കാര്യങ്ങൾ നിങ്ങൾ 20ാം നൂറ്റാണ്ടിൻ്റെ 21ാം നൂറ്റാണ്ടിൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ കുടലിലൂടെ നോക്കുമ്പോഴാണ് അത് മോശം കാര്യങ്ങൾ. 7ാം നൂറ്റാണ്ടിൻ്റെ ഗോത്രവർഗ അറേബ്യയിലെ മുഹമ്മദ് ചെയ്തെല്ലാം മിടുക്കാണ്, മികവാണ്. അന്നത്തെ ഒരു ഗോത്ര യുദ്ധത്തലവൻ എന്തൊക്കെ ചെയ്യണമോ എന്തൊക്കെ ചെയ്യരുതോ അതൊക്കെ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. അപദാന കഥകളാണ് അതൊന്നും. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കുമ്പോഴാണ് ഇതൊക്കെ വളരെ അധാർമികമായിട്ട് തോന്നുന്നത്. കാരണം മനുഷ്യൻ പിന്നിട്ട വഴികൾ, ധാർമ്മികതയുടെ വഴികൾ, അവൻ്റെ ചിന്തയുടെ വഴികൾ, ആ വഴികളിലൂടെ നമ്മുടെ നന്മയും നമ്മുടെ ധാർമ്മിക ബോധവും നിരന്തരം പരിഷ്കരിക്കപ്പെടുകയായിരുന്നു. അബ്സല്യൂട്ട് മൊറാലിറ്റി എന്ന് പറയുന്നൊരു സാധനമില്ല, ആത്യന്തിക നന്മയെന്ന് പറയുന്ന ഒരു സാധനമില്ല. കാലികമായും സന്ദർഭോചിതമായും പരിഷ്കരിക്കപ്പെടുന്നതാണ്. എന്താണ് നന്മ? നിങ്ങൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. യുവർ ഫ്രീഡം എൻഡ്സ് വേർ സംബഡീസ് നോസ് ബിഗിൻസ്. സ്വാതന്ത്ര്യം, അവരനോടുള്ള കരുതലാണ് സംസ്കാരവും ധാർമ്മികതയും.